അപ്പം എന്തേ ഇതെന്താണെന്ന് മനസ്സിലായോ? ദാ ഇവിടെ റബ്ബറും തോട്ടത്തിൽ പിടിച്ചതാണ് കേട്ടോ. ആകെ ഒരെണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ എടുക്കാതെ തന്നെ കൊണ്ടുവന്നതാണ്. മക്കളാണ് പോയി പറിച്ചത് കേട്ടോ. എന്നിട്ട് അവരെ അത് കളയാതെ തന്നെ കൊണ്ടുവന്ന് ഉമ്മ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. ആകെ ഒരെണ്ണമാണ് പിടിച്ചത്. അപ്പോൾ ദാ പറഞ്ഞു വന്നത് ഇന്നൊരു ബിരിയാണി കഥയാണേ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് 5 വർഷമായി. ഞാൻ ഈ 2 വർഷം കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. കാസർഗോഡുകാർ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കി പഠിച്ച് വന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 6-7 പ്രാവശ്യമൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നും ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുക്ക് ചെയ്ത് അവർക്ക് സെർവ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. അപ്പം ബിരിയാണി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുഡ് അടിക്കണം. കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് കഴിക്കുന്നവരുടെ വായിൽ നിന്നും കേൾക്കണമല്ലോ അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് കേൾക്കുന്നതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.